ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകേണ്ടത് 2026 കേരള പേജ് നടത്തിയിട്ടുള്ള ചോദ്യപേപ്പറാണ്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. 100 ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം വരുന്നത് കൊൽക്കത്തയിലാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി. തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി ലോഹങ്ങളുടെ രാജാവ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ഇന്ത്യയില് ആദ്യ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ആദ്യ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി ഈ 2026 നടന്നിട്ടുള്ള ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ആൻസർ ബാംഗ്ലൂർ. ആൻസർ ബാംഗ്ലൂരിലാണ് നടന്നത്. അപ്പൊ ഇന്റലിജൻസ് വാട്ടർ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബാംഗ്ലൂരിലാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേരെന്ത്? 2025 ഓടക്കുഴൽ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തി EP രാജഗോപാൽ. ആരാണ്? EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതിയാണ് ചോദ്യം. GV രാജ പുരസ്കാരമാണ്. ഗോദവർമ്മ രാജ പുരസ്കാരമാണ് പരമോന്നത കായിക ബഹുമതി. ഇനി 16ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്ന ഡേറ്റ് ആണ് ചോദ്യം. 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9 16ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കേരളത്തില് നവോത്ഥാന പിതാവായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെയാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി പ്രാചീന മലയാളം ആരുടെ രചനയാണ്? പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ഇദ്ദേഹമാണ് നിജാനന്ദ വിലാസം രചിച്ചതും ചട്ടമ്പി സ്വാമികൾ തന്നെ. അപ്പോ ചട്ടമ്പി സ്വാമികളെ വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. വേദാധികാര നിരൂപണം എഴുതിയതും മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചതും ചട്ടമ്പി സ്വാമികൾ തന്നെ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഒഡീഷയിലാണ് ജനിച്ചത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ജാർഖണ്ഡില് ഗവർണറായി വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. പ്രതിഭ പട്ടേൽ ആയിരുന്നു ആദ്യ രാഷ്ട്രപതി, വനിതാ രാഷ്ട്രപതി. എന്നാൽ ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു സന്താൽ ഗോത്ര വർഗക്കാരിയാണ് എന്നുകൂടി ഓർക്കുക. സിദ്ധുവിനെയും കാനുവിനെയും ഒക്കെ അറിയാം. അടുത്ത ചോദ്യം, മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് മിസോറാം. മൊളാസിസ് തടം മിസോറാം. അടുത്ത ചോദ്യം ഫൈനൽ കീല് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത. അപ്പോൾ നമ്മൾ ഫൈനൽ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കമ്പനി ബോർഡ് LGSന് 2026 കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോ ഇന്ത്യയിലെ വാതോർജ നിലയം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. വാതോർജ നിലയം ലെംബയാണ്. അപ്പോ ഇന്ത്യയിലെ വാതോർജ നിലയമാണ് ഇപ്പോൾ പഠിച്ചത്. ആൻസർ ലെംബ. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ഹിമാലയത്തിലെ ലവണജല തടാകമാണ് രാഗാസ്. അപ്പൊ ഹിമാലയം ലവണജല തടാകം ഏതാണ്? രാഗാസ് ആണ്. രാഗാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? അപ്പൊ പ്രാചീന കാലം ബംഗാളിലുള്ള സോനാർ താഴ്വര, സിന്ധു താഴ്വര ബന്ധിപ്പിച്ച പാതയാണ് ഷാഹി പാത. ഏത് പാതയാണ്? ഷാഹി പാതയാണ്.
എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏത്? ആൻസർ, ഏറ്റവും പഴക്കം ചെന്ന ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ് അസമിലുള്ള ദിഗ്ബോയ്. ആൻസർ, ദിഗ്ബോയ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ജലം നദി ഇവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ വൂളാറാണ്. ജമ്മു കാശ്മീർ ഭാഗമായിട്ടുള്ള വൂളാറാണ് നമ്മുടെ ആൻസർ. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നു കാരണമായിട്ടുള്ള തടാകമാണ് വൂളാർ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നു. സമാധാനത്തിന്റെ പാലമാണ് അമാൻ സേതു. ആൻസർ, അമാൻ സേതു ആണ് സമാധാനത്തിന്റെ പാലം. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പഞ്ചപ്രയാഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഇനി ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നു. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകൾ. ആൻസർ എന്താണ്? ധാർവാർ ശിലകൾ. അടുത്തത് നമ്മൾ 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയം നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചു? ഗാന്ധിജിയാണ് വിളിക്കുന്നത്, സർദാർ വല്ലഭായ് പട്ടേൽ എന്ന പേര് ലഭിക്കുന്നു. അപ്പൊ ഗുജറാത്തിൽ നടന്നിട്ടുള്ള സമരമാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചപ്പാത്തി പ്രസ്ഥാനം 1857 വിപ്ലവമാണ്. ഇതിനെ വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ചപ്പാത്തിയും ചുവന്ന താമരയും അതിൻ്റെ ഒരു സൈനായി മാറിയിരുന്നു. ഡോക്ടർ കെ എൻ രാജുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? നമുക്ക് 4 പ്രസ്താവനകളുണ്ട്. റിസർവ് ബാങ്ക് ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകൻ, ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോകണം. ഇവിടെ നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 1ഉം 2ഉം തെറ്റാണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പറഞ്ഞത് തെറ്റാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ അല്ല, റിസർവ് ബാങ്ക് ഗവർണറുമല്ല. കെ എൻ രാജ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മളുടെ പഞ്ചവത്സര പദ്ധതി ആമുഖം തയ്യാറാക്കിയ മലയാളി കെ എൻ രാജ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകനാണ്. ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ഇദ്ദേഹത്തിന് 2 പുസ്തകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. പിന്നെ എന്തിന്റെ സ്ഥാപകനാണ്? സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകനാണ്. കിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ഗാന്ധിജി വിശേഷിപ്പിച്ചു അരുണ ആസിഫ് അലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക. കിറ്റ് ഇന്ത്യ സമര നായകനോ? അത് ജയപ്രകാശ് നാരായണനാണ്. 1942 കിറ്റ് ഇന്ത്യ അല്ലെ. അപ്പോ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള അവസാന ബഹുജന പ്രക്ഷോഭമാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തായി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. തെറ്റാണ് ചോദ്യം. വ്യവസായികൾ സംരംഭകർ ആസൂത്രണത്തിന് എതിരായിരുന്നു. വ്യവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. ഇവിടെ നമുക്ക് തെറ്റ് വേണം. 1ഉം 3ഉം തെറ്റാണ്. ആസൂത്രണത്തിന് ഇവർ ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട് വന്നത് തന്നെ വ്യവസായികളാണ്. അപ്പൊ അവർ ആസൂത്രണത്തിനെതിരല്ലായിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിന് വേണ്ടി ഇവർ വാദിച്ചില്ല. അപ്പോൾ വ്യാവസായികം സാമ്പത്തികം നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് തയ്യാറാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ആസഫ് അലി, തേജ് ബഹദൂർ സാപ്രു, ക്യാപ്റ്റൻ ലക്ഷ്മി നെഹ്റു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC 1885 നിലവിൽ വന്നതാണ്. അപ്പൊ ഇതൊരു INA സംരക്ഷണ സമിതി വരുന്നു. അപ്പൊ ഇതിൽ അംഗമല്ലാതിരുന്ന വ്യക്തി മറ്റാരുമല്ല, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ആസിഫ് അലിയും തേജ് ബഹദൂർ സാപ്രവും നെഹ്റുവും ഒക്കെ അംഗമായിരുന്നു. സ്വതന്ത്ര ഭാരതം ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അപ്പൊ ആദ്യ മന്ത്രിസഭയിലേക്ക് പോവുകയാണ്. വാർത്താവിനിമയം ആരാണ് കൈകാര്യം ചെയ്തത്? റാഫി അഹമ്മദ് കിത്വായി. ആരാണ് വാർത്താവിനിമയം കൈകാര്യം ചെയ്തത്? റാഫി അഹമ്മദ് കിത്വായി. എഡ്യൂക്കേഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്.
ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താ? കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? അപ്പൊ ആൻസർ 2ഉം 3ഉമാണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി കേരളം വേണം, തമിഴ്നാട് തമിഴ് സംസാരിക്കുന്നവർക്ക് വേണ്ടി വേണം. ഇങ്ങനെ ആളുകൾ ആശയം ഉന്നയിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പോലും അത് എതിർത്തു. മറ്റൊന്നും കൊണ്ടല്ല, ഇവരെല്ലാം പിന്നീട് ഒരു രാജ്യമായി മാറണം എന്ന് ആഗ്രഹിക്കുമോ എന്നൊരു പേടി ഇവർക്കുണ്ടായി. ഐക്യത്തെ ഇവർക്ക് കാത്തു സൂക്ഷിക്കണമെന്ന് തോന്നി. വിഘടനവാദം വീണ്ടും ഇങ്ങനെ സ്പ്ലിറ്റായി പോകുമോ എന്നവർക്ക് പേടി തോന്നി. അതുകൊണ്ടാണ് ഇവര് ആദ്യം അംഗീകരിക്കാതിരുന്നത്. 2039 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വേണ്ടത്. 4 പ്രസ്താവനകളുണ്ട്. 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനമാണ്. നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ വന്നോ? നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 2 പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി, പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. പൗരാവകാശങ്ങൾ പ്രജകൾക്ക് കൊടുക്കണം, ജനങ്ങൾക്ക് നൽകണം. ഐക്യം, ഈ ഒരു സങ്കല്പം, ഈ രണ്ടുമാണ് ഇവിടെ നടന്നത്. ഇനി താഴെ പറയുന്ന കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? കേന്ദ്രീകൃത ആസൂത്രണം വിമർശകൻ ആരാ? സി രാജഗോപാലാചാരിയാണ്. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ശരിയായ പ്രസ്താവന എഴുതുക. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ന്യൂനപക്ഷ താല്പര്യമൊക്കെ 29, 30 അതിനകത്ത് പെടുന്നതാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ട് 3യിൽ പെടുന്നതാണ്. ചൂഷണം 2 കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ചൂഷണത്തിൽ നിന്നുള്ള അവകാശങ്ങൾ ഇവിടെ 2 എണ്ണമാണ് വരുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം, അതുപോലെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കാൻ പാടില്ല. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം, അല്ലെ, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. മൗലിക കടമ: ഭാരതം, പരമാധികാരം, ഐക്യം, അഖണ്ഡത നിലനിർത്തുക, സംരക്ഷിക്കുക. സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുക, നിലനിർത്തുക. ശാസ്ത്രീയ കാഴ്ചപ്പാട്, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനും മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക, ശബ്ദം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇനി അടുത്ത ചോദ്യം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? പാർട്ട് 3 ആണ് മൗലിക അവകാശം, 4 നിർദ്ദേശക തത്വങ്ങൾ. 4A മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 32 റിട്ടുകൾ, അല്ലെ, സുപ്രീം കോടതി 32, 226 ഹൈക്കോടതി റിട്ട്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരു സർവധർമ്മ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. എവിടെയാണ് വിളിച്ചു ചേർച്ചത്? ആലുവയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. ഇങ്ങനൊരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഇദ്ദേഹം സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം. ഇനി നമുക്കറിയേണ്ടത് ജാതി കുമ്മി രചിച്ചത് KP കറുപ്പൻ. യോഗക്ഷേമ സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാട്. യാചനയാത്ര VT ഭട്ടതിരിപ്പാട്. വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മുന്തിരിക്കിണർ അയ്യ എന്ന് പറയുന്ന വ്യക്തിയെ ഓർക്കുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? അന്തർദേശീയ തലത്തിലാണ് ആംനസ്റ്റി, ഹ്യൂമൻ റൈറ്റ് വാച്ച്, ഗ്ലോബൽ വാച്ച്, സിറ്റിസൺ ഫോർ ഡെമോക്രസി ആണ് അന്തർദേശീയ തലത്തില് പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ് വാച്ച്, ഗ്ലോബൽ വാച്ച് ഇതൊക്കെ എന്താണ്? അന്തർദേശീയമാണ്. വിവരാവകാശ കമ്മീഷൻ തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. തെറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരി എന്തൊക്കെയാണ്? രാജസ്ഥാൻ, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇത് കാരണമാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്.
പൊതുസ്ഥാപനം കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വിവരാവകാശ കമ്മീഷണറിനൊക്കെ കൊടുക്കണം. ഇത്ര ഡേയ്സ് ഉണ്ട് അതിനുള്ളിൽ കിട്ടും. കോടതി പരിഗണനയാണെങ്കിൽ വ്യക്തിയുടെ ജീവൻ സുരക്ഷ ഭീഷണിയാകുന്ന വിവരങ്ങളാണെങ്കിൽ ലഭ്യമല്ല, വെളിപ്പെടുത്തില്ല. തെറ്റായതുള്ളതാണെങ്കിലോ 250 രൂപ മുതലാണ് പിഴ വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ ഉൾപ്പെടും? ഈ പറഞ്ഞതെല്ലാം ഉൾപ്പെടും. തടവറകളിൽ അതിക്രമം തടയണം, ജയിലിലൊക്കെ പോയി സന്ദർശിക്കും. വനിതാ കുട്ടി അവകാശം സംരക്ഷിക്കണം. ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക എന്നാണ് അംഗീകരിച്ചത്. 1947 ജൂലൈ 22. ഭരണഘടന ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ് ആണ് 49 നവംബർ 26. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ ആരാണ്? വി ഹരി നായരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം അത് കൊല്ലം ജില്ലയിലാണ്, തെന്മലയിലാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതമാണ്. ഇതിന് നമുക്ക് സെലിമലി പക്ഷിസങ്കേതം എന്നും വിളിക്കുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ്, ഏറ്റവും കൂടുതൽ പോഷകനദികളുള്ള നദിയാണ്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ്, അത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. അഞ്ചുവണ്ണം എന്നാൽ എന്താണ്? അഞ്ചുവണ്ണം എന്ന് പറയുമ്പോൾ ഒരു കച്ചവട സംഘമാണ്, വാണിജ്യ സംഘമാണ്. മലയാള സിനിമയുടെ പിതാവ്, ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമ ഓർക്കാം, JC ഡാനിയലിന്റെ ഒരു ഫിലിം അല്ലെ, JC ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? അത് കണിക്കൊന്നയാണ് അല്ലെ. കണി കൊണ്ട് നമ്മുടെ വിഷു കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. കാഷ്യ ഫീസ്റ്റുല. പ്രാചീന തുറമുഖം മുസിരിസ് ഏത് ജില്ലയിലാ? കൊടുങ്ങല്ലൂരിലാണ്, തൃശൂർ ജില്ലയിലാണ്. മുസിരിസ് ഏത് സ്ഥലത്തെന്നാണ് ചോദ്യം. കൊടുങ്ങല്ലൂർ, ജില്ല ചോദിച്ചാൽ തൃശൂർ. തമിഴ്നാട് കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? തമിഴ്നാട് കേരളവുമായി ബന്ധിപ്പിക്കുന്ന ആ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം കൂടിയാണ് പാലക്കാട് ചുരം. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? അപ്പൊ 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നടന്നത് എവിടെ? ആസാമിൽ. ഈ കിരീടം സ്വന്തമാക്കിയത് ആര്? സർവീസസ്. ആൻസർ സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ആൻസർ പള്ളിവാസൽ. ഇടുക്കി ജില്ലയിലാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാര്? ഇവരുടെ മാസികയാണ് സാധുജന പരിപാലിനി. ഈ മാസിക ആരുമായി ബന്ധപ്പെട്ട? അയ്യോ സാധുക്കളെ നോർത്താ മതി, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് സാധുജന പരിപാലന സംഘം. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഏതിലെ വരികളാണ്? ദൈവദശകം, ദൈവദശകം, ശിവശതകം, ആത്മോപദേശ ശതകം, ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. താഴെ പറയുന്ന, അപ്പൊ ഒരിക്കൽ കൂടി കേട്ടോ, ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം, ദൈവദശകം. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡികളിലേക്ക് പോകാം. PT ഭട്ടതിരിപ്പാടുണ്ട്, കുമാരഗുരുദേവൻ, അതുപോലെ തന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, വേദാധികാര നിരൂപണം, പണ്ഡിറ്റ് KP കറുപ്പൻ, ഇതൊക്കെ തന്നിട്ടുണ്ട്. VT ആണോ? പ്രത്യക്ഷ രക്ഷാദേവ സഭ അല്ല, കുമാരഗുരുദേവനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജമാണ്. ചട്ടമ്പി വേദാധികാര നിരൂപണമാണ്. VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ C മാത്രമാണ്. സാമൂഹ്യ പരിഷ്കർത്താവാണ് ഗുരു. തെറ്റായിട്ടുള്ള പ്രസ്താവന. 1888 ഇദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. ശരിയല്ലേ? ആണ്. അടുത്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ്. സമത്വ സമാജമാരാണ്? വൈകുണ്ഠ സ്വാമിയാണ്, ഗുരുവല്ല. ഗുരുവിന്റെ പ്രസിദ്ധീകരണമാണോ പ്രാചീന മലയാളം? അല്ല. ആദിഭാഷ, പ്രാചീന മലയാളം, ഇത് രണ്ടും നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് 1721 ഏപ്രിൽ 15 നടന്നിട്ടുള്ള ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധം, തിരുവിതാംകൂർ സൈന്യം വലിയ കപ്പിത്താനായി മാറുന്നത് ഡിലനോയി ആണ്. കുളച്ചൽ യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ വിജയിക്കുന്നു. ഡിലനോയിക്കെതിരെ ആയിരുന്നു ആ ഒരു ഇത് വരുന്നത്. കുളച്ചൽ യുദ്ധത്തിലാണ് ഡച്ചുകാർ പരാജയപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നാട്ടുരാജാവ് ഒരു വിദേശ ശക്തിക്ക് മുൻപിൽ വിജയിക്കുന്നത്. ഡച്ചുകാർ അതോടുകൂടി അന്ത്യം കുറിക്കുകയാണ്.
ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തതേത്? അപ്പോ നമ്മള് ദ്രൗപദി മുർമു പറഞ്ഞപ്പോൾ സന്താൾ കണ്ടു അല്ലെ, 1855 സിദ്ധു കാനു സന്താൾ കലാപം. കോൾ കലാപം, പഹ്രിയ കലാപം, ഇതൊക്കെ ഗോത്രവർഗ കലാപമാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് മാപ്പിള കലാപം. വില്യം ലോഗനൊക്കെ ആയിട്ട് അത് അന്വേഷിക്കാനൊക്കെ വന്നു അല്ലെ, മാപ്പിള കലാപം. അത് എന്താണ്, ഗോത്രവർഗമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന കലാപമാണ്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന: ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ്. വയനാട് കൈയടക്കാൻ ബ്രിട്ടീഷുകാർ നീക്കം ചെയ്തു. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി. അപ്പോൾ നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ള ഒന്ന് ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ തന്നെ ഇത് രണ്ടും വെട്ടി. ഇനി 3 ആണോ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കമാണോ? പിന്നെ നമ്മളുടെ ഓപ്ഷൻ വരുന്നത് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. വയനാട് കൈയടക്കാൻ അവർ ശ്രമിച്ചു, തെറ്റായ നികുതി നയം അവർ നടപ്പിലാക്കി, ഇതൊക്കെയാണ് ഇതിന് കാരണമായത്. താഴെ പറയുന്ന പരസ്പര ബന്ധമില്ലാത്തത്: മണ്ണടി പഴശ്ശിരാജ, ക്വിറ്റ് ഇന്ത്യ കിഴരിയൂർ ബോംബ് കേസ്, മാപ്പിള ലഹള കാർഷിക മുന്നേറ്റമാണോ, മാവിലത്തോട് വേലുത്തമ്പി ദളവ. അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് വേലുത്തമ്പി ദളവ കൊല്ലം ജില്ലയാണ് അല്ലെ. അപ്പോ കുണ്ടറ ഓർക്കുക, വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിലാണ് മരണപ്പെടുന്നത്. ഇനി പഴശ്ശിരാജയോ? മാവിലത്തോടാണ്. പഴശ്ശിരാജ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. അപ്പൊ അത് രണ്ടും മാറി. ക്വിറ്റ് ഇന്ത്യ കിഴരിയൂർ ബോംബ് കേസുമായി ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയ സംഭവമാണ് കിഴരിയൂർ ബോംബ് കേസ്. മാപ്പിള ലഹള കാർഷിക മുന്നേറ്റമാണ്. ഇപ്പൊ കർഷകർക്ക് എതിരെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിക്കുന്നു, ജന്മിമാര് അവരെ ഭയങ്കരമായി ഉപദ്രവിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഈ ജന്മിമാരെ ശരിക്കും ഇവരെ ഉപദ്രവിച്ച് ഒരുപാട് നികുതികളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഒന്നും ആരും എന്ത് ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു കൂട്ടം കർഷകർ പ്രതികരിച്ച് മുന്നോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു കലാപം അരങ്ങേറുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ശരിയായ കാലഗണന ക്രമം നോക്കുക. കുണ്ടറ വിളംബരം, പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപം മറ്റൊരു പേരാണ് നമ്മുടെ മാപ്പിള ലഹള. ഇനി മലബാർ കലാപം 1821. കുറിച്ച് കലാപം 1812 ആണ്. കുണ്ടറ വിളംബരമാണ് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടത്. മൊറാഴയാണ് 1942. അപ്പോ 40കളിൽ ഇത് ലാസ്റ്റ് വരുന്നതാണ് മൊറാഴ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ആദ്യം കുണ്ടറ വിളംബരമാണ്, അതിനുശേഷമാണ് 1812 കുറിച്ച് കലാപം വരുന്നത്, പിന്നെ പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ആരായിരിക്കും? കല്ലേൽ പൊക്കുടൻ. കണ്ടൽക്കാടുകൾക്ക് വേണ്ടി തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിയാണ്. ആത്മകഥ അദ്ദേഹത്തിൻ്റെത്. മനുഷ്യരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഏതായിരിക്കും? മെലാട്ടോണിൻ. ഡോട്ട്സ് ഏത് ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകൾ ഏതാണ്? ഓർഗനോയിഡ്. അപ്പൊ രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? മലിനമായ മണ്ണ്, ജലം, വായു. അപ്പോ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. ഇതാണ് ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ഭാഗ്യലക്ഷ്മി പയറിന്റെ സങ്കര ഇനമാണ്. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതൊക്കെ? ആൻസർ ലൈക്കൻസ് ആണ് വായു മലിനീകരണം അളക്കാൻ. അപ്പൊ ഭാഗ്യലക്ഷ്മി പയറാണെന്നറിയാം. മലിനമായ മണ്ണ്, ജലം, വായു ബയോ റെമഡിയേഷൻ ആണ് എന്നും അറിയാം. ഇനി നമ്മളിപ്പോ പഠിച്ചത് വായു അത് ലൈക്കൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമ്മൾ പ്രസ്താവനയും കാരണവുമാണ് നോക്കുന്നത്. മികച്ച ഇനം വിത്തുകൾ ഉൽപാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ, കർഷകർ കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം എന്താണ്? ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ ഫിലമെന്റ് വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. എ ശരിയാണ്, എന്നാൽ 6 തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനിയും വീണ്ടും പ്രസ്താവനകൾ വായിച്ച ശരിയായ ഉത്തരമാണ് ചോദ്യം. ഇവിടെ 2 പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന കട്ടി കൂടിയ ഭിത്തി, ഉയർന്ന മർദ്ദം, ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ, ധമനി.
അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇതിനെയാണ് പോർട്ടൽ സിര എന്ന് വിളിക്കുന്നത്. ലോമിക കട്ടി കുറഞ്ഞതാണ്. ഇനി സിര എന്ന് പറയുമ്പോൾ അശുദ്ധ രക്തമാണ് അല്ലെ, അശുദ്ധ രക്തമാണ് സിരകളിൽ. മനുഷ്യരത്തില് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി ആണ് സഹായിക്കുന്നത്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നു. സൈനോകോബാലാമിൻ ആണ് B12. ഇപ്പോ വന്ധ്യത വൈറ്റമിൻ ഇയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെ മോട്ടോറുകളുടെയും പവർ കുതിരശക്തി HP എത്രയാണ്? 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം. അറ്റോമിക മാസ് കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ റേഡിയം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം. ഉത്കൃഷ്ടവാതകമല്ലാത്ത മൂലകം സിലിക്കൺ. ഉത്കൃഷ്ടവാതകം ക്രിപ്റ്റൻ, ആർഗൺ, നിയോൺ. 18ാം ഗ്രൂപ്പാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. സിലിക്കൺ എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ്, നമ്മളുടെ സെമി കണ്ടക്ടർ ആണ് സിലിക്കൺ, ജെർമേനിയം. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. ഇനി താഴെ കൊടുത്ത ആവൃത്തിയിലുള്ള ശബ്ദം മനുഷ്യനെ കേൾക്കാൻ സാധിക്കും. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് കേൾക്കാൻ പറ്റും. അപ്പൊ 20 ഹെർട്സ് ടു 20,000 ഹെർട്സിൽ ഉൾപ്പെടുന്നതാണ് 2000 ഹെർട്സ്. അത് കേൾക്കാൻ പറ്റും, ബാക്കിയൊന്നും കേൾക്കാൻ പറ്റത്തില്ല. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാർബണിന്റെ ഒരു പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ് കാണുന്നത്. ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ലഭ്യതയുള്ള ഒരു കാർബൺ ഐസോടോപ്പ് ഏത് എന്നാണ് ചോദ്യം. അത് C12 ആണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലം, കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജം. സ്ഥാനം മൂലം ലഭിക്കുന്നത് സ്ഥിതികോർജമാണ്, ചലനം മൂലമാണ് ഗതികോർജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില. ജലത്തിന്റെ സാന്ദ്രത അധികമാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. പ്രകൃതിദത്ത പോളിമർ ഏതാണ്? പ്രകൃതിദത്ത പോളിമർ സെല്ലുലോസ് ആണ്. പ്രകൃതിദത്ത പോളിമർ ആണ് സെല്ലുലോസ്. അടുത്തത് ഖരവസ്തുക്കൾ ചൂടാകും. നേരിട്ട് വാതകമാകുന്നെങ്കിൽ സബ്ലിമേഷൻ ആണ്. അതിന്റെ മലയാളം ഉത്പതനമാണ്. നാഫ്തലീൻ, പാറ്റാഗുളിക അതിനൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മൾ 80 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടുത്തെ GK സെക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോ കമ്പനി ബോർഡ് LGSന്റെ പ്രത്യേകത ഇതെന്താണ്? ഒരു LGS ക്വസ്റ്റ്യൻ, അതായത് 80 ക്വസ്റ്റ്യൻസ് GKയും 20 ക്വസ്റ്റ്യൻസ് മാത്സും ആണ്. പിന്നെ നമ്മൾ മാത്സ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഞാൻ ഓൾറെഡി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ഫാമിലിക്ക് സംഭവിച്ച ഒരു അതിയായ നഷ്ടം കാരണമാണ്. നമുക്ക് മാനസികാവസ്ഥ വരില്ലല്ലോ നമ്മുടെ വീട്ടിൽ ഒരാൾ മരണപ്പെടുമ്പോൾ. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ സാധിക്കാഞ്ഞത്. നിങ്ങൾക്ക് എക്സാമിന്റെ കൂടെ കുറെ ക്ലാസ് ഒക്കെ തരണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ലോസ് വന്നപ്പോൾ പിന്നെ നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ മൊത്തത്തിൽ പോയി. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാഞ്ഞത് കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടാവില്ല, റെഗുലർ ആയിട്ട് ക്ലാസ് എടുക്കും. എങ്കിൽ മാത്രമേ എൻ്റെ ഒരു മാനസികാവസ്ഥ ക്ലാസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മാനസികാവസ്ഥ ഓക്കെ ആയി വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റെഗുലർ ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ 8, 12, 16 ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യയാണ് ചോദ്യം. നമുക്ക് LCM എന്ന് പറയുമ്പോൾ LCM ഇതിന്റെ കണ്ടിട്ട് LCM പ്ലസ് ശിഷ്ടം ചെയ്താൽ നമുക്ക് ഇവിടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആൻസർ 51. അടുത്തത് മിക്സഡ് ഫ്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോവാണ് കേട്ടോ. കുറെ നാൾക്ക് ശേഷമാണ് ലാപ്ടോപ്പ് ഒക്കെ ഓൺ ആക്കുന്നത്. ഇതിന്റെ മെമ്മറി ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം ആൻസർ പറഞ്ഞങ്ങ് പോകാം. അടുത്ത ചോദ്യം ഓപ്ഷൻ B ആണ്. ഇനി 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 84ന്റെ ആൻസർ ഓപ്ഷൻ C ആണ്. അടുത്തത് ഓപ്ഷൻ C. ഇനി ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ബോർഡ് മാസ് പ്രോബ്ലം ആണ്. 24, 30, 6, 4, 10, 20 കുറച്ചു. അപ്പൊ ആൻസർ എന്ത് തന്നെ കിട്ടി? 20 എന്ന് തന്നെ കിട്ടി. ക്ലോക്കിലെ സമയം 3:20. സൂചികൾ തമ്മിലുള്ള 30h - 11/2 m എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. 20 ഡിഗ്രി എന്ന് കിട്ടും. ഇത് നമുക്ക് 3 × 2 5. അപ്പോൾ ഈ 5ഉം ഇതും കൂടെ കൂട്ടാം. അപ്പൊ x + 4 3125 ആണ്. അപ്പോ ഇത് റേസ് ടു 5 തന്നെ എഴുതുക. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 1 എന്ന് കിട്ടും. a raised to m × a raised to n a raised to m + n ആണ്. ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. 60 ആളുകൾ
നാളുകൾ 10 ദിവസം. N1 D1 is equal to N2 D2. 60 10. അപ്പൊ 6 ഇൻറ്റു ഡാഷ് ഇവിടെ വെട്ടുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 40 എന്നാണ്. 89. ഇനി 132 ലാഭമാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത പദമാണ്. ഈ ഒന്നും കൂട്ടുമ്പോഴാണ് 2. 2 കൂടുമ്പോൾ 3. 3 2 5. 5 3 8. 8 5 13 ആൻസർ. ഇനി ഇത് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അടുത്തതിലേക്ക് പോകാൻ പറ്റും. അപ്പോ നമ്മളുടെ ആൻസർ വരുന്നത് 21 ആണ്. അടുത്ത ചോദ്യം. മൂന്ന് 6 11 18 ശ്രേണിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എന്നാം പദം വെച്ച് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ശ്രേണിയിൽ ഇതെന്താണ്? 37 എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ ആണ്. ഇനി 94 ഓപ്ഷൻ എ ആണ്. വീണ്ടും ബോർഡ് മാസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ ബി. 97 ക്ലോക്കിൽ സമയം 4 മണി. മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഇടയിലുള്ള കോണളവ് 4 മണിയാണെങ്കിൽ കോണളവ് 120 ഡിഗ്രി. ഒറ്റയടിക്ക് അറിയാം. 30 കൊണ്ട് ഗുണിച്ചാൽ മതി. 30h - 11/2 m ചെയ്താലും കിട്ടും. എക്സിന്റെ വിലയാണ് ചോദ്യം. ആൻസർ 15. ഇനി തിരിച്ചിടുന്നതാണ്. വീണ്ടും ബോർഡ് മാസ് രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3. A+8D ആണ് 9ാം പദം. എ എന്ന് പറയുന്നത് 7 ആണ്. ഡി എന്ന് പറയുന്നത് 3 ആണ്. A+8D എന്ന് പറയുമ്പോൾ 7 + A+8D 8 × 3 8 3 24. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ന ശ്രേണി ഇവിടെ കുറഞ്ഞു 7 ഇത് ഇങ്ങനെയല്ല അല്ലേ. 7 3 10 ഇത് കറക്റ്റ് സമാന്തര ശ്രേണിയിലല്ല. ഇവിടെ നാണ്ട് ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വരയ്ക്കാമെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടിപ്പോഴിക്കുന്നു. ഇവിടെ ഇത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ 5 കുറഞ്ഞു. അങ്ങനെ നമുക്ക് അവസാനം എന്ത് കിട്ടും? 3 കിട്ടും. മറ്റേത് കൂടി പോവുകയാണ്. അപ്പൊ അങ്ങനെ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കവർ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് യൂട്യൂബ് അനക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം. എങ്കിൽ മാത്രം നമ്മുടെ യൂട്യൂബ് ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. റെഗുലർ വീഡിയോ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം. നമ്മുടെ VFA, കമന്റ് ബോർഡ്, LGS തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ വളരെ മികച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.